NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തിയ ഗണേഷ് കുമാറിനെ പുറത്താക്കാൻ നീക്കങ്ങൾ ശക്തം. ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ വാർത്താക്കുറിപ്പിറക്കി. ശനിയാഴ്ച ചേരുന്ന നേതൃയോഗം വിഷയം ചർച്ച ചെയ്യും. ഇത് സംബന്ധിച്ച പ്രമേയം പാസാക്കി NSS ആസ്ഥാനത്തേക്ക് അയക്കാനാണ് യൂണിയന്റെ തീരുമാനം. അതേസമയം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് KB ഗണേഷ് കുമാർ. TV പ്രസാദ് ഉണ്ട് നമുക്കൊപ്പം. പ്രസാദെ, ചെറിയ വിമർശനമല്ല, ഇതിൽ അഴിമതി ആരോപണമുണ്ട്, സുജനപക്ഷപാതം, അഹങ്കാരം, ധാർഷ്ട്യം, അങ്ങനെ കടുത്ത വിമർശനമാണ് സുകുമാരൻ നായർക്കെതിരെ ഗണേഷ് കുമാർ ആവർത്തിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഗണേഷ് കുമാർ എന്താണ് ലക്ഷ്യമിടുന്നത്? അതിപ്പോൾ NSS അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതാണോ എന്നുള്ള സംശയമൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഗണേഷ് കുമാറിനെ നീക്കങ്ങളെ നേരിടാം എന്നുള്ളതാണ് ഇപ്പോൾ NSS നേതൃത്വം കരുതുന്നത്. പ്രസാദ്, ഷിഹാസെ, കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഭാഗമായി NSS കാര്യങ്ങൾ നീക്കി തുടങ്ങി. പക്ഷേ എന്തായാലും ഗണേഷ് കുമാറിൻ്റെ വിമർശനങ്ങൾ അത് സമീപകാലത്തൊന്നും ആരും NSSനകത്തുണ്ടായിരുന്നവർ പറയാത്ത ഒരു വിമർശനങ്ങളായിരുന്നു. നേരത്തെ തന്നെ KB ഗണേഷ് കുമാറും NSS ജനറൽ സെക്രട്ടറിയും തമ്മിലുള്ള പോര് മൂർച്ഛിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോഴാണ് അത് മറനീക്കി പുറത്തേക്ക് വന്നിരിക്കുന്നത്. രൂക്ഷമായ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ മകളെ പറ്റിയും അതുപോലെ തന്നെ കൊച്ചുമക്കളെ പറ്റിയും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് തുടങ്ങിയ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രധാനമായും അവിടെ നടക്കുന്നത് വലിയ സാമ്പത്തിക തട്ടിപ്പുകളാണ്. ആ തട്ടിപ്പുകൾ ഒന്നൊന്നായി താൻ ജനങ്ങളുടെ മുന്നിലേക്ക് പറയും എന്ന് തുടങ്ങി എങ്ങനെയൊക്കെയാണ് ജി സുകുമാരൻ നായർ ആളുകളോട് പെരുമാറുന്നത് എന്നുവരെ പറയുകയാണ് KB ഗണേഷ് കുമാർ. ഒരാൾ വന്നു കഴിഞ്ഞാൽ, അത് എത്ര വലിയ ആൾ വന്നു കഴിഞ്ഞാലും അവരുടെ മുഖത്തൊന്നും നോക്കാതെ, അല്ലെങ്കിൽ ഇരിപ്പിടം പോലും കൊടുക്കാത്ത രീതിയിൽ വളരെ മോശമായിട്ടാണ് അവിടെ എത്തുന്നവരോട് പെരുമാറുന്നത് എന്നതടക്കം എന്തൊക്കെയാണ് അവിടെയുള്ള രഹസ്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ നിന്ന് പുറത്തു വരാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് പറയാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് KB ഗണേഷ് കുമാർ എന്നുള്ളതാണ്. നേരത്തെ ഷിഹാസ് പറഞ്ഞതുപോലെ NSS പിടിക്കാനുള്ള നീക്കമായിട്ടൊരു വിഭാഗം അതിനെ കരുതുന്നുണ്ട് എന്നുള്ളതും വസ്തുത തന്നെയാണ്. എന്തായാലും NSS അവരുടെ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. ജി സുകുമാരൻ നായറും പുറകോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സമീപകാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തർക്കമാണ് ഇരുവർക്കുമിടയിൽ ഇപ്പോൾ നിലനിൽക്കുന്നതും അത് പരസ്യമായ പ്രസ്താവനകളായി പുറത്തേക്ക് വരുന്നതും. ഷിഹാസ്, ശ്രുതി. ശരി പ്രസാദ്, അപ്പോൾ മാസങ്ങൾക്ക് മുൻപ് പിതൃതുല്യനാണ് ജി സുകുമാരൻ നായർ എന്ന് പറഞ്ഞ അതേ KB ഗണേഷ് കുമാറാണ് ഇപ്പോൾ ചുരുങ്ങിയ സമയത്തിനിപ്പുറം വലിയ ആരോപണങ്ങളും അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സുകുമാരൻ നായർക്കെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നു.